ഇന്നത്തെ കാലത്തെ ഡയലോഗ് ഡെലിവറി കൊണ്ടും വോയിസ് മോഡുലേഷൻ കൊണ്ടൊക്കെ ഞെട്ടിച്ച് കളഞ്ഞൊരു നായകന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ചേച്ചി ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന 2 പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ പേര് പറയും? എനിക്ക് രജിഷ വിജയന് ഭയങ്കര ഇഷ്ടമാണ്. രജിഷ വിജയന്റെ ഡബിംഗ് ആണോ? ഭയങ്കര ഇഷ്ടമാണ്. നിത്യമേനന് ഭയങ്കര ഇഷ്ടം. നിത്യമേനന്റെ ഒരു പ്രത്യേക ഡയലോഗ് റെൻഡറിങ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഒരു ആൺകുട്ടിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പേര് പറയും? ആൺകുട്ടിയുടെ പേര് പറയാൻ ഡെഫിനറ്റ്ലി ഫഹദ് ഫാസിൽ. അസാധ്യയുടെ ഡബിങ്ങില് അസാധ്യമാണ്, ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്. ഡബ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്ക് ചാക്കോച്ചനെ ഭയങ്കര ഇഷ്ടം ഡബിങ്ങിലോ. ഓ നൈസ്. ഒരിക്കലെങ്കിലും ഡബ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചേച്ചി ഈ പറഞ്ഞ പോലെ എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് ഡബ് ചെയ്താ എന്നാലും ഇതുവരെ ചെയ്യാത്ത പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ? അന്യഭാഷയിലൊക്കെ തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അന്യഭാഷയിൽ ആരാ? അന്യഭാഷയിൽ എനിക്ക് ഈ അനുഷ്ക, അതുകൊണ്ടാണ് ഞാൻ അത് ഡബിംഗ്. എനിക്ക് സ്ട്രേറ്റ് ഫിലിം ചെയ്യുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആണ്. അനുഷ്കയ്ക്ക് ചെയ്യണം. അതുപോലെ പക്ഷേ ഇവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. സ്നേഹയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രമാണിയിൽ സ്നേഹയ്ക്ക് ഞാനാണല്ലോ. പക്ഷെ സ്നേഹയുടെ ചില തമിഴിലുള്ള ചില ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ചെയ്യണം. അടിപൊളി. ചെയ്തതിലേ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. പക്ഷേ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു കഥാപാത്രം ഏതാ ചേച്ചി? ഭയങ്കര പൂർണ്ണത തോന്നിയ ചേച്ചി അതൊക്കെ മേലെ ചെയ്യാൻ പറ്റില്ല, ചേച്ചിയുടെ 100% കൊടുത്തൊരു ക്യാരക്ടർ ഏതാ? ചിന്താവിഷ്ടയ ശ്യാമള. സംഗീതയ്ക്ക് അല്ലേ? സംഗീതയ്ക്കല്ലേ? സംഗീതയ്ക്ക്. ഓ, ചിന്താവിഷ്ടയ ശ്യാമള. ഞാൻ ഭയങ്കര എല്ലാ സിനിമയും വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം എന്നൊക്കെ തോന്നാട്ടെ. തലയണ മന്ത്രം ഡെഫിനറ്റ്ലി. തലയണ മന്ത്രം, മിഥുനം. പക്ഷെ അതിനേക്കാളും ഒക്കെ എനിക്ക് എന്തുകൊണ്ട് ചിന്താവിഷ്ടയ ശ്യാമള എന്ന് ചോദിച്ചാൽ, ചിന്താവിഷ്ടയ ശ്യാമള അന്ന് സ്റ്റേറ്റ് അവാർഡ് സിനിമയ്ക്ക് കിട്ടിയപ്പോ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ജൂറി ആയിരുന്ന അവരോട് ചോദിച്ചു, അതെന്താ നിങ്ങൾ പരിഗണിക്കാതിരുന്നെന്ന്. അത് ഡബിങ് ആയിരുന്നു എന്ന് ചോദിച്ചേ. അവൻ ഞാൻ ഡബിങ് ആണെന്നൊക്കെ മനസ്സിലായില്ലേ? ഇല്ല, ഞങ്ങൾ ചോദിച്ചു അവരുടെ ഓൺ വോയിസാ. എനിക്ക് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് തോന്നി. അതൊരാളുടെ ഓൺ വോയിസ് ആണെന്ന് തോന്നുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അതുകൊണ്ട് എന്റെ ഗംഭീര വർക്കായിരുന്നു സംഗീതയുടെ ഈ പറയുന്ന പോലെ. എനിക്ക് തോന്നുന്നു പക്ഷെ ആ സൗണ്ട് അല്ല ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ സൗണ്ട്. അത് ആർട്ടിസ്റ്റിനനുസരിച്ച് നമ്മൾ കുറെയൊക്കെ മാറ്റും കേട്ടോ. ഒരിക്കലും ഇപ്പൊ ചിന്താവിഷ്ടയ ശ്യാമളയിലെ സംഗീതയുടെ വോയിസ് അല്ലല്ലോ മിഥുനത്തിൽ ഊർവശി എന്ന് പറയുന്നല്ലേ. ഞാനൊരു ചേച്ചിക്ക് ചെറിയൊരു ടാസ്ക് തരട്ടെ. ഇത്രയും ആർട്ടിസ്റ്റുകൾക്ക് ചേച്ചി ഈ പറഞ്ഞ പോലെ പല ആൾക്കാർക്ക് പല സൗണ്ടിൽ ഡബ് ചെയ്ത ആളല്ലേ. ഞാനൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാലേ ശോഭനയാണെങ്കിൽ അത് എങ്ങനെ ഡെലിവറി ചെയ്യും, ഉർവശിയാണെങ്കിൽ എങ്ങനെ ഡെലിവറി ചെയ്യുമെന്ന് എനിക്കൊന്ന് ചുമ്മാ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. ഡയലോഗ് ഇതാണ്. ഓ, അങ്ങനെയായിരുന്നെങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമായിരുന്നു, ഞാനും നന്ദേട്ടനും കുട്ടികളും എത്ര സന്തോഷമായേനെ. ഈ ഒരു ഡയലോഗ് ഉർവശി ആയിരുന്നെങ്കിൽ എങ്ങനെ പറയാ, ശോഭനയായിരുന്നെങ്കിൽ എങ്ങനെ പറയാ, വേണമെങ്കിൽ നമ്മളുടെ നോക്കത്ത ദൂരത്തിലെ ആളുടെ പേരെന്താ, നാദിയ മൊയ്തു ആണെങ്കിൽ എങ്ങനെ പറയുന്നു എന്റെ ചുമ്മാ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുമോ? ശോഭനയാണെങ്കിൽ ഓ, അങ്ങനെയാണെങ്കിൽ എത്ര എളുപ്പമായിരുന്നു ഞാനും നന്ദേട്ടനും കുട്ടികളും ഒത്തുള്ള ഒരു ജീവിതം, ഭയങ്കര സന്തോഷമായി എന്ന് പറയും ശോഭന. ഊർവശിയാണ്, ഓ അങ്ങനെയായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എത്ര എളുപ്പമായിരുന്നു ഞാനും നന്ദേട്ടനും കുട്ടികളും ഒക്കെ ആയിട്ട്, ഭയങ്കര രസമായിരുന്നു. ഒയ്യോടാ, മറ്റേ ചിത്രത്തിലേ ഈ പെട്ടെന്ന് ഓർമ്മ വരുന്ന ചിത്രത്തിൽ മറ്റേ ഒരു സംഭവല്ലേ രഞ്ജിനിക്ക് കൊടുത്ത ആ ഒരു ഇംപ്രൈസേഷൻ, അത് ചേച്ചിയല്ലേ ചെയ്തേ? പറഞ്ഞൊരു മലയാളത്തിൽ എല്ലാം ചേച്ചിയാണല്ലോ ചെയ്തത്. ഇത് സെയിം സാധനം നദിയ മൊയ്തു ആണെങ്കിൽ, നദിയ മൊയ്തു അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എന്ത് എളുപ്പമായിരുന്നു, ഞാനും നന്ദേട്ടനും കുട്ടികളും ഒക്കെയുള്ള ഒരു ജീവിതം അടിപൊളിയായിരുന്നു. അങ്ങനെ ഓ മാൻ സൂപ്പർ. ചേച്ചി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫുൾ ഓൺ ചേച്ചി വാർത്തയിലുണ്ടായിരിക്കും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഏതൊരു സംവിധായകന് നമ്മള് മിസ്ബിഹേവ് ചെയ്തിട്ട് ചെപ്പക്കുറ്റി നോക്കി കൊടുക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് പക്ഷെ ചേച്ചി അതിനെപ്പറ്റി തുറന്നെങ്ങനെ സംസാരിച്ചും കേട്ടിട്ടില്ല. ആ തുറന്നിപ്പോ എന്തെങ്കിലും സംവിധായകൻ മരിച്ചുപോയി, അപ്പൊ അത് എല്ലാവർക്കും അറിയാം സിനിമയിൽ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോ നമ്മള് യൂട്യൂബിൽ കാണുന്ന പല
സിനിമയിൽ പണ്ട് ഉണ്ടായിരുന്ന പലരും ഒരു പണിയില്ലാതെ ഇരുന്ന് ഈ പഴം കഥകൾ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു അവരുടെ പാസ്റ്റ് ലൈഫിന്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര, എന്നോടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്കൊക്കെ ഒരുപാട് കഥകൾ അറിയാലോ. ഞാൻ പറഞ്ഞു എന്തിനാ നമ്മളിങ്ങനെ. അപ്പം അതുകൊണ്ട് ഞാനത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മളോട് ഒരാൾ മോശമായി പെരുമാറിയാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ നമുക്ക് പ്രതികരിക്കാം എന്ന് പറയുന്നു എന്നല്ലാതെ അതൊരു സ്റ്റോറി ആയിട്ടോ അതൊരു ഭയങ്കര കറക്റ്റായിട്ടോ അങ്ങനെയല്ല ഇത് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് പറയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ്. ഒന്ന് മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നമ്മളങ്ങനെ പറയാൻ പാടില്ല. പിന്നെ അന്നങ്ങനെ സംഭവിച്ചു, നമ്മൾ അതിന് മറുപടി കൊടുത്തു, തീർന്നു. പൊതുവേദിയിൽ വാക്പോരുമായി പാർവതി തിരുവോത്തും ഭാഗ്യലക്ഷ്മിയും. WCCയുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ വാക്ക് തർക്കമുണ്ടായത്. ഭാഗ്യലക്ഷ്മി പലപ്പോഴായി WCCക്കെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇതാദ്യമായിട്ടാണ് നേർക്കുനേർ ചർച്ചയാകുന്നത്. അത്യന്തം നാടകീയമായിരുന്നു ഇരുവരുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ സ്ത്രീയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയ്ക്കിടയിലായിരുന്നു സംഭവം. സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നതും നേരിട്ടതുമായ വിഷയങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പരാമർശിച്ച് സംസാരിച്ച പാർവതി WCC സിനിമയിലെ സ്ത്രീകൾക്കായി തുറന്നുവെക്കുന്ന ഇടത്തെപ്പറ്റി സംസാരിച്ചു. നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഇടമുണ്ട്. അവിടെ ആർക്കും വന്ന് പറയാനുള്ളത് പറയാം. വിമർശിക്കാനുള്ളവർക്കും അവിടേക്ക് വരാമെന്ന് പാർവതി പറഞ്ഞു. ഇതിനു മറുപടിയായിട്ടാണ് കാണികൾക്കിടയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു തുടങ്ങിയത്. WCCയോടുള്ള നിർദ്ദേശം എന്ന മട്ടിലാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു തുടങ്ങിയത്. ഈ ഓർഗനൈസേഷൻ കുറച്ചുകൂടി ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലാകണം. ഇരുന്ന് സംസാരിക്കാനും അവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനുമുള്ള ഒരു സ്പേസ് നൽകാനുള്ള ഒരു ശ്രമം WCC നടത്തിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കുറെ കൂടി ആളുകൾ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കും. ഞങ്ങൾ എങ്ങനെയാ മാഡം അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്ന് എന്നോട് സ്ത്രീകൾ ചോദിക്കാറുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളല്ല, അവർക്ക് പരാതിയില്ല എന്ന് തന്നെ വെച്ചോളൂ. ചോദിക്കുന്നത് മറ്റൊരുപാട് ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെ പലരും. ഞങ്ങൾ എങ്ങനെയാ മാഡം അങ്ങോട്ട് പോകേണ്ടത്, ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകാം എന്ന് കരുതി തന്നെയാണ് വന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സജഷൻ ഉണ്ടാകണം എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു.